ഈ കൊല്ലം 7 തന്നെയാണോ അതോ 7 ട്രാക്ക് തന്നെയാണ് ഈ വർഷം. 7 ട്രാക്ക് എഡ്യൂക്കേഷൻ, ടെക്നോളജി, അതുപോലെ തന്നെ എർത്ത്, അതിനകത്ത് നമ്മൾ എൻവയോൺമെന്റ് കവർ ചെയ്യുന്നുണ്ട്, സസ്റ്റൈനബിലിറ്റി കവർ ചെയ്യുന്നുണ്ട്, ക്ലൈമറ്റ് ആക്ഷൻ കവർ ചെയ്യുന്നുണ്ട്, പിന്നെ നമുക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ട്, ഓൺടർപ്രണർഷിപ്പ് ആൻഡ് ഇന്നോവേഷൻ ഉണ്ട്, പിന്നെ ഫുഡ് കൾച്ചർ ലിറ്ററേച്ചർ ഉണ്ട്, പിന്നെ ഗ്രീൻ എന്ന് പറയുന്ന അഗ്രികൾച്ചറും പൊളിറ്റിക്സും കവർ ചെയ്യുന്നത് 7 ട്രാക്ക് തന്നെയാണ്. പിന്നെ ഒരു പെറ്റ് ഷോ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മ ഇവിടെ ഒരുപാട്, ഞാനിങ്ങനെ എന്താ പറയാ കുറച്ച് നേരം നോക്കി, ഒരുപാട് പെറ്റ്സിന്റെ ഒരു സമാഗമായിരുന്നു ഇവിടെ. അന്ന് ഈ പ്രാവശ്യം അതുണ്ടോ? ഉണ്ട്. ഈ വർഷം നമുക്കൊരു പെറ്റ് സോൺ ഉണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു ഫ്ലീ മാർക്കറ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു ഏരിയ നമ്മളൊരു ഫെസ്റ്റിവൽ വില്ലേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അവിടെ നമ്മൾ പഴയ നാട് പെരുന്നാളിന്റെ ഉത്സവത്തിനെ കാണാറുള്ള കർക്കിക്കുത്ത് മുതൽ എല്ലാ പരിപാടികളും ഉണ്ട്. അപ്പം വളരെ എന്താ പറയുന്ന ഒരു ഫെസ്റ്റിവൽ മൂഡിലേക്ക് നമ്മുടെ ജനറേഷൻ അല്ലെങ്കിൽ ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശം വെക്കുന്നത്. കൂടാതെ നമുക്ക് ഈ വർഷം ഈ സ്പോർട്സിന്റെ ഒരു മെയിൻ ആക്ടിവിറ്റിയാണ്. കാരണം യങ് ജനറേഷൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഈ സ്പോർട്സ് പോലുള്ള ഗെയിംസ്. അപ്പൊ അതിന്റെ ഒരു ടൂർണമെന്റ് കേരളത്തിലെ ഏറ്റവും വലിയ ഈ സ്പോർട്സിന്റെ ഫെസ്റ്റ് ആണ് നടക്കുന്നത്. പിന്നെ നമുക്ക് 4 ദിവസം നമുക്ക് ഡ്രോൺ ഷോ നടക്കുന്നുണ്ട്. അതായത് ആദ്യമായിട്ട് കൊച്ചിയിലെ ഡ്രോൺ ഷോ ജയിലിലാണ് നടന്നത്. കഴിഞ്ഞ വർഷം നമ്മള് സേ നോ ടു ഡ്രഗ്സ് എന്നൊരു ക്യാമ്പയിൻ ഉണ്ട്. ഈ വർഷം നമ്മുടെ 4 ദിവസവും 500 ഡ്രോൺസ് പെർഫോം ചെയ്യുന്ന ഒരു ഷോ എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ മ്യൂസിക് എന്റർടൈൻമെന്റ് എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ നമുക്ക് എന്താ ഒരു ഓട്ടോ എക്സ്പോ ഉണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് ടെസ്ല എക്സ് ഒരു കാർ ഉണ്ടായിരുന്നു. ഈ വർഷം നമ്മളൊരു ഒരു വൈഡ് വെറൈറ്റി ഓഫ് കാർസ് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്.